എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമ്മൾ ഈ മാസത്തെ മില്ലറ്റ് റെസിപ്പി നമുക്കൊരു ബാന്യാർഡ് മില്ലറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നൊരു പായസമായാലോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക. എളുപ്പം എന്ന് പറഞ്ഞാൽ ആ കുതിർക്കുന്ന ഒരു സമയത്തിൻ്റെ ഒരു ദൈർഘ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ബാക്കി എന്തെല്ലാം വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 8 മണിക്കൂർ കുതിർത്ത ബാന്യാർഡ് മില്ലറ്റാണ്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 8 മണിക്കൂർ കുതിർക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി ഇതൊരു കുക്കറിലിട്ട് കൊടുത്തിട്ട് നമ്മൾ കുതിർത്ത വെള്ളം തന്നെ ഉണ്ട് 1.5 കപ്പ്. വെള്ളം നല്ലോണം അതിൽ കുടിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 1.5 കപ്പ് മതി ഒരു കപ്പ് ബാന്യാർഡ് മില്ലറ്റിന്. അത് നല്ലോണം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് 3 വിസിൽ വരട്ടെ. 3 വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്ത് നിന്ന് മാറ്റി വെച്ചിട്ട് ആ അടുപ്പത്തേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാം. വെള്ളം തിളച്ചതിന് ശേഷം ഒരു 3/4 കപ്പ് വെല്ലം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഉരുക്കിയെടുക്കാം. ഇത് ഉരുകുകയും വേണ്ട, വേറെ അങ്ങനെ ഒരു കാച്ചിയെടുക്കുകയൊന്നും വേണ്ട. ഉരുക്കിയിട്ട് അത് ഇറക്കി വെച്ചിട്ട് തണിയാൻ വെക്കാം. അതൊരു ഭാഗത്തിരിക്കട്ടെ. ഇതിപ്പോൾ കുക്കർ മൂടി തുറന്നിട്ടുണ്ട്, കണ്ടോ, നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്, നല്ലോണം വെന്തിന്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലൊഴിച്ചിട്ട് ബാക്കി തിളക്കലെല്ലാം പാല് കിടന്നിട്ട് തിളക്കട്ടെ. 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ 2 കപ്പ് വരെ ഒഴിക്കാം. ഇനി അതെല്ലാം ഇത് വേവിക്കുമ്പോൾ പാലൊഴിച്ച് വേവിക്കാം. പാല് തിളക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഈ വെല്ലം ഉരുക്കി വെച്ചതും കൂടി അരിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഇളക്കി നല്ലോണം ഒന്ന് തിളക്കട്ടെ. നല്ലോണം ഇളക്കി എല്ലാം മിക്സ് ചെയ്തെടുക്കണേ. കാരണം ഇത് വെള്ളം കുറച്ച് ഒരു വറ്റിയ പോലെയല്ലേ ഇതിനുള്ള. അപ്പോൾ അത് കുറച്ച് താമസം എടുക്കും. ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം എന്നിട്ട് നമ്മൾ നോക്കുക. വെള്ളത്തിൽ ഉപ്പ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് തിള വരട്ടെ. ഇനി നമുക്ക് കുറച്ച് ഏലക്കായ് പൊടി ചേർത്ത് കൊടുക്കാം. അതിട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് തിളച്ചാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും മൂപ്പിച്ചിട്ടങ്ങ് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് അത്ര കണക്കൊന്നുമില്ല, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് മുന്തിരി ഒന്ന് ബലൂണായി വരട്ടെ, ഒന്ന് വീർത്ത് വരുന്നവരെ. റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബസ് ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തില്ലേ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. മില്ലറ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നതും വളരെ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാ നമുക്കിതൊന്ന് ബൗളിലേക്ക് മാറ്റി വെക്കാം. അടിപൊളി മില്ലറ്റ് പായസം റെഡി. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു.